ഇന്ന് മൊത്തത്തിൽ ഡൗൺ ആയിരുന്ന അനുമോളെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്താണ് അനുമോളെ ഇത്രയും ഡൗൺ ആയി കാണപ്പെടുന്നത് എന്നായിരുന്നു ബിഗ് ബോസ് ചോദിച്ചത്. ആ സമയം അനുമോൾ പറഞ്ഞു, ബിഗ് ബോസ് ഇവിടെ നടക്കുന്നതെല്ലാം കാണുന്നതല്ലേ, ഇന്നലത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. ആദിലയും നൂറയും എൻ്റെ സുഹൃത്തുക്കളല്ല, അവരെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ അവരിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു അനുമോൾ പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നത് ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടാക്കുവാനല്ല, എങ്കിലും അവർ എന്നോട് കൂടുതലെടുത്തപ്പോൾ ഞാൻ അവരുമായി നല്ലൊരു ബോണ്ടിംഗ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടത്. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് എനിക്ക് അവരോട് പോയി മിണ്ടാനൊന്നും തോന്നുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഇതൊരു റിയാലിറ്റി ഷോ ആണ്. നിങ്ങൾ ഇവിടെ കളിക്കുവാൻ വന്ന ഗെയിമറുമാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുവാനാണ് ബിഗ് ബോസ് അനുമോളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുമോൾ ചോദിച്ചു, ഇപ്പോൾ ഇവിടെ ഒരു 88 ദിവസത്തോളമായി ഇത്രയും നോമിനേഷനിലെല്ലാം വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എവിക്റ്റ് ആവാതെ പോയത് എൻ്റെ PR-ൻ്റെ ബലം കൊണ്ടാണെന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടോ എന്നായിരുന്നു അനുമോൾ ചോദിച്ചത്. ആ സമയം ബിഗ് ബോസ് പറഞ്ഞു, അനുമോളെ, നിങ്ങൾ നല്ലൊരു ഗെയിമറാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അവർ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിലനിന്ന് പോകുന്നത് എന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. ഇത് കേട്ടപ്പോഴാണ് അനുമോൾക്ക് സമാധാനമായത്. അനുമോളുടെ PR-നെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ആ നിമിഷം തന്നെ വീട്ടിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കും. അതാണിപ്പോൾ ആദിലയും നൂറയുമായി പിരിയുവാനുള്ള കാരണം തന്നെ. അനുമോൾ അവരെ നോക്കി ഫൈനൽ 5-ൽ എത്തിയതിൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞപ്പോൾ നൂറ ഒട്ടും മടിക്കാതെ അനുമോളുടെ PR-ൻ്റെ ബലത്തിനെക്കുറിച്ച് പറഞ്ഞു. ഇത് അനുമോൾക്ക് സഹിച്ചില്ല. അതിനുശേഷം തൊട്ട് ഈ നിമിഷം വരെ അനുമോൾ അവരുമായി മിണ്ടുവാൻ പോയിട്ടില്ല. ഇന്നലെ തൊട്ട് അനുമോൾ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായി നടക്കുകയാണ്. അനുമോൾ മിണ്ടാത്തത് കൊണ്ട് തന്നെ ആരും പോയി മിണ്ടാനും നിന്നിട്ടില്ല. അനീഷ് മാത്രമായിരുന്നു അനുമോൾക്ക് സപ്പോർട്ടായി കൂടെ കൂടിയത്. രണ്ടുപേരും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണെന്നാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സ് പറയുന്നത്. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.